ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ അടുത്തിറങ്ങിയ ഒരു മികച്ച മിസ്റ്ററി ക്രൈം ത്രില്ലർ കോൺസെപ്റ്റിലേക്കുള്ള ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്യുന്ന ദി 100 എന്ന സിനിമയുടെ കഥയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് മറ്റേതെങ്കിലും സിനിമയുടെ വിശദീകരണം വേണമെങ്കിൽ ആ സിനിമയുടെ പേര് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഒട്ടും വൈകാതെ നമുക്ക് സിനിമയിലേക്ക് കടക്കാം. സിനിമ ആരംഭിക്കുമ്പോൾ സമീർ, മധു എന്നീ കാമുകന്മാരെയാണ് കാണിക്കുന്നത്. ഒരു ദിവസം ഇരുവരും കോഫി ഷോപ്പിൽ കണ്ടുമുട്ടുമ്പോൾ മധു വളരെ വികാരഭരിതയായി സമീർ, നീ ചെയ്തത് ശരിയാണോ എന്ന് ചോദിക്കുന്നു. അതിന് സമീർ മറുപടി പറയുന്നുണ്ട്, ഞാൻ ചെയ്തത് തെറ്റാണ്, പക്ഷെ നിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് ചോദിച്ചൂടെ എന്ന്. അതിന് മധു, നീ ചോദിക്കുകയല്ല, എന്നെ സംശയിക്കുകയാണ് എന്ന് പറയുന്നു. സമീർ പറയുന്നുണ്ട്, ഞാൻ സംശയിക്കുകയല്ല മധു, നിന്റെ ഫോണിലെ സന്ദേശം കണ്ടതിന് ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതും നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. ദയവായി എന്നെ വിശ്വസിക്ക്, എന്ത് സംഭവിച്ചാലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. ഇപ്പോഴെങ്കിലും പറയേ, എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മധു ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. വീട്ടിലെത്തിയ ശേഷം സമീർ മധുവിനെ വീഡിയോ കോൾ ചെയ്ത് എന്തു പറ്റിയെന്ന് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. മധു കരഞ്ഞുകൊണ്ട്, എനിക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിൽ നിനക്ക് മനസ്സിലാക്കിക്കൂടെ എന്ന് ചോദിക്കുന്നു. സമീർ ദേഷ്യത്തോടെ, നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാനുള്ള അവകാശം പോലും എനിക്കില്ലേ എന്ന് ചോദിക്കുന്നു. അതോടെ മധു, നിനക്കിപ്പോൾ ഉത്തരം മാത്രം മതിയല്ലോ അല്ലേ എന്ന് കരഞ്ഞുകൊണ്ട് തൂങ്ങി മരിക്കാൻ ശ്രമിക്കുന്നു. സമീർ ഞെട്ടിപ്പോയി. മധു, ദയവായി അങ്ങനെയൊന്നും ചെയ്യരുത്, ഞാൻ ഇനി നിന്നോടൊന്നും ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ടും അവൾ കേൾക്കാതെ തൂങ്ങി മരിക്കുന്നു. സമീർ അവളുടെ വീട്ടിലേക്ക് ഓടി ചെല്ലുമ്പോൾ മധു മരിച്ചു കിടക്കുന്നത് കണ്ട് അവൻ തകർന്നു പോവാണ്. സീൻ കട്ട് ചെയ്താൽ കഥ ഏതാനും മാസങ്ങൾ പിന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ സിനിമയിലെ പ്രധാന കഥാപാത്രമായ വിക്രാന്തിനെ പരിചയപ്പെടുത്തുന്നത്. വിക്രാന്ത് IPS ട്രെയിനിങ്ങിലായിരിക്കുമ്പോൾ അവന്റെ ഷൂട്ടിംഗ് കഴിവുകൾ കണ്ട് മുതിർന്ന ഓഫീസർ പറയുന്നുണ്ട്, നിന്റെ കഴിവ് വെച്ച് നീ ഈ ഡിപ്പാർട്ട്മെന്റിലെ മികച്ച ഒരു എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആകും എന്ന്. അതിന് വിക്രാന്ത് മറുപടി നൽകുന്നു, ക്ഷമിക്കണം സർ, ഞാൻ ഏറ്റുമുട്ടലുകൾക്ക് എതിരാണ്. എനിക്ക് പുറത്ത് ബഹുമാനം മതി, പ്രശസ്തി ആവശ്യമില്ല. സ്വയം രക്ഷയ്ക്ക് പോലും ഞാൻ ആയുധം ഉപയോഗിക്കില്ല. ഞാൻ തന്നെയാണ് എന്റെ ആയുധം. ട്രെയിനിങ് പൂർത്തിയാക്കിയ വിക്രാന്ത് തന്റെ പ്രൊബേഷണറി പീരീഡിനായി ഹൈദരാബാദിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അവിടെയുള്ള പോലീസ് ഓഫീസറുമായി സംസാരിക്കുമ്പോൾ, നിങ്ങൾ ഇപ്പോൾ ഏത് കേസാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. ഓഫീസർ മറുപടി പറയുന്നുണ്ട്, നിങ്ങൾ വാർത്തകളിൽ കണ്ടിരിക്കുമല്ലോ, നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലെ വീടുകളിൽ മോഷണം നടത്തുകയും തടയാൻ വരുന്നവരെ കൊല്ലുകയും ചെയ്യുന്ന ആ കൊള്ളയും കൊലപാതകവും കേസ്. ഇതറിഞ്ഞ വിക്രാന്ത് ആ കൊള്ളയും കൊലപാതകവും നടന്ന വീടുകളിൽ പോയി ക്രൈം സ്പോട്ടുകൾ സൂക്ഷ്മമായി പരിശോധിച്ച് തെളിവുകൾ ശേഖരിക്കുന്നു. അപ്പോഴാണ് വിക്രാന്തിന് മനസ്സിലാകുന്നത്, ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ കേസിനെ ഗൗരവമായി എടുക്കുന്നില്ലെന്ന്. ഇതിനിടയിൽ ഒരു കൾച്ചറൽ പ്രോഗ്രാമിൽ VIP-കൾ പങ്കെടുക്കുന്നതിനാൽ അവരുടെ സുരക്ഷയ്ക്കായി വിക്രാന്ത് അവിടേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്ന ആരതി എന്ന പെൺകുട്ടിയെ കണ്ട മാത്രയിൽ തന്നെ വിക്രാന്തിന് അവളെ ഇഷ്ടപ്പെടുന്നു. ഡാൻസ് കഴിഞ്ഞപ്പോൾ സ്റ്റേജിൽ വീണു പോയ അവളുടെ മാല വിക്രാന്ത് എടുത്ത് അവൾക്ക് തിരികെ നൽകുന്നു. അവൾ നന്ദി പറയുന്നുണ്ട്. വിക്രാന്ത് അവളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവളുടെ അച്ഛൻ വന്നതുകൊണ്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. വിക്രാന്ത് പുറത്തേക്ക് പോകുമ്പോൾ അതേ മധു എന്ന പെൺകുട്ടി വിക്രാന്തിനെ തട്ടി തിടുക്കത്തിൽ പോകുന്നത് അവൻ കാണുന്നുണ്ട്. പക്ഷെ അവനൊന്നും മനസ്സിലാകുന്നില്ല. വിക്രാന്ത് മികച്ച ഓൾറൗണ്ടറായി തന്റെ പ്രൊബേഷണറി പീരീഡ് പൂർത്തിയാക്കി ACP ആയി ഹൈദരാബാദിൽ തന്നെ പോസ്റ്റിംഗ് നേടുന്നു. അവന്റെ അമ്മ ശശികല വളരെ സന്തോഷത്തോടെ പറയുന്നുണ്ട്, ഒടുവിൽ നീ ആഗ്രഹിച്ചത് നേടി, ഇനി എപ്പോഴാണ് വിവാഹം കഴിക്കുന്നത്, ഞാൻ പെൺകുട്ടിയെ നോക്കണോ എന്ന് ചോദിക്കുന്നു. അതിന് വിക്രാന്ത് മറുപടി നൽകുന്നുണ്ട്, ഞാനൊരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട്, അവളെ വീണ്ടും കണ്ടുമുട്ടി അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ ആദ്യം അമ്മയോട് തന്നെ ഞാൻ പറയും അമ്മേ. വിക്രാന്തിന്റെ അമ്മ ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അടുത്ത ദിവസം വിക്രാന്ത് ഡ്യൂട്ടിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസർ വിക്രാന്തിനെ കണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ തന്നെ വീണ്ടും എൻ്റെ ബോസായി വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അത് കേട്ട വിക്രാന്ത്, ആ കൊള്ളയും കൊലപാതകവും കേസ് എവിടെ വരെയായി എന്ന് ചോദിക്കുന്നു. ഓഫീസർ വിനയ് മറുപടി നൽകുന്നുണ്ട്, ഒരു പുരോഗതിയും ഇല്ല സർ. വിക്രാന്ത് ദേഷ്യത്തോടെ, പ്രധാന തെളിവുകളെല്ലാം അവഗണിച്ചാൽ കേസ് എങ്ങനെ മുന്നോട്ട് പോകും? ഇനി മുതൽ ഈ കേസ് വളരെ ഗൗരവമായി എടുക്കണം എന്ന് മുന്നറിയിപ്പ് നൽകുന്നു. അടുത്ത സീനിൽ ഒരു രാത്രി വിക്രാന്തിന്റെ അമ്മ തന്റെ ഒരു രോഗിക്ക് ഫോണിൽ കൗൺസിലിംഗ് നൽകുന്നത് കാണുന്നുണ്ട്. വിക്രാന്ത് ചോദിക്കുന്നുണ്ട്, അമ്മേ, ഈ സമയത്തും കൗൺസിലിംഗോ? അമ്മ പറയുന്നു, ഡോക്ടർമാർക്കും പോലീസുകാർക്കും എന്ത് സമയം? ഇത് സമീർ എന്ന എന്റെ രോഗിയാണ്. ഇതൊരു വ്യത്യസ്തമായ കേസാണ്. അവന്റെ കാമുകി ആത്മഹത്യ ചെയ്തു. അതിന് കാരണം താനാണെന്ന് അവൻ വേദനിക്കുന്നു. ആ കുറ്റബോധത്തിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അവനിപ്പോൾ പറയുന്നുണ്ട്, അവന്റെ കാമുകിയുടെ മരണത്തിന് കാരണം താൻ മാത്രമല്ല, മറ്റൊരു കാരണം കൂടിയുണ്ടെന്ന്. പക്ഷെ ആ കാരണം എന്താണെന്ന് അവൻ അറിയില്ല. അവനൊരു എത്തിക്കൽ ഹാക്കറാണ്. തന്റെ ഹാക്കിംഗ് കഴിവുകൾ പരിശോധിക്കാൻ വേണ്ടി അവന്റെ കാമുകിയുടെ ഫോൺ ഹാക്ക് ചെയ്തു. അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് എന്ന് പറയുന്നു. ഇത് കേട്ട് വിക്രാന്ത്, എനിക്ക് അവനെ ഒന്ന് കാണണം അമ്മേ എന്ന് പറയുന്നു. അമ്മ അടുത്ത ദിവസം ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയുന്നുണ്ട്. അടുത്ത ദിവസം വിക്രാന്ത് ഹോസ്പിറ്റലിൽ പോയി സമീറിനെ കാണുന്നു. നിന്നെക്കുറിച്ച് അമ്മ എല്ലാം പറഞ്ഞു, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പറയാമോ എന്ന് ചോദിക്കുന്നു. സമീർ സംഭവിച്ചത് പറയുന്നുണ്ട്. ഞാൻ തമാശയ്ക്ക് മധുവിന്റെ ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അവളുടെ ഫോൺ ഹാക്ക് ചെയ്തു. അവളുടെ വാട്സാപ്പ് ചാറ്റ് പരിശോധിക്കുമ്പോൾ ഒരു അജ്ഞാത നമ്പറിൽ നിന്ന് ഡിസപ്പിയറിംഗ് മോഡിൽ സംശയാസ്പദമായ ചില സന്ദേശങ്ങൾ വരികയും അത് ഉടനെ തന്നെ ഡിലീറ്റ് ആവുകയും ചെയ്തു. അതിനെക്കുറിച്ച് ഞാൻ മധുവിനോട് പലതവണ ചോദിച്ചു, പക്ഷെ അവൾ പറയാൻ തയ്യാറായില്ല. ആ സംശയാസ്പദമായ സന്ദേശങ്ങളെ ചൊല്ലി ഞങ്ങൾക്കിടയിൽ ഒരു ചെറിയ വഴക്കുണ്ടായി. അതിനുശേഷമാണ് അവൾ ആത്മഹത്യ ചെയ്തത്. അത് കേട്ട് വിക്രാന്ത് പറയുന്നുണ്ട്, ഒരു മെസ്സേജിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചോ?
സമീർ, സംഭവിച്ചത് നമുക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയില്ല. നിനക്ക് വേണ്ടത് കൗൺസിലിംഗ് അല്ല. ജോലിയിൽ തിരക്കിടുമ്പോൾ നീ എല്ലാം മറന്ന് സാധാരണ നിലയിലാവും. എനിക്കൊരു ഹാക്കറെ ആവശ്യമുണ്ട്. ഇനി മുതൽ നീ എന്റെ കൂടെ ജോലി ചെയ്യണം. സമീർ സമ്മതിക്കുകയും വിക്രാന്തിന്റെ ടീമിൽ ചേരുകയും ചെയ്തു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ ലിസ്റ്റ് നൽകി അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വിക്രാന്ത് സമീറിനോട് പറയുന്നു. പിന്നീട് വിക്രാന്ത് തന്റെ ഉറ്റ സുഹൃത്തായ ദിവ്യയെ കാണുന്നുണ്ട്. ദിവ്യ വിക്രാന്തിന് തന്റെ ഭാവി വരനെ പരിചയപ്പെടുത്തുന്നു. സീൻ കട്ട് ചെയ്യുമ്പോൾ MLA സുരേഷ് തന്റെ എതിരാളിയായ ഗുണ്ടാ നേതാവ് യാദഗിരിയെ കൊലപ്പെടുത്തിയെന്ന വിവരം വിക്രാന്തിന് ലഭിക്കുന്നു. വിക്രാന്ത് ഉടൻ തന്നെ ക്രൈം സ്പോട്ടിലെത്തി അവിടെയെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ച് മാധ്യമങ്ങളോടും ഉന്നത ഉദ്യോഗസ്ഥരോടും പറയുന്നുണ്ട്, യാദഗിരിയെ കൊന്നത് MLA അല്ല, ഇത് തീർച്ചയായും ആ കൊള്ളയും കൊലപാതകവും നടത്തുന്ന സംഘത്തിന്റെ പണിയാണ്. ക്രൈം സ്പോട്ടിൽ നിന്ന് ലഭിച്ച ഒരു ഇരുമ്പ് ദണ്ട് കാണിച്ച് അവൻ പറയുന്നുണ്ട്. ഇതുപോലുള്ള ഇരുമ്പ് ദണ്ടുകളാണ് ഇതിനു മുമ്പുള്ള കൊലയും കൊലപാതകവും നടന്ന സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ചത്. ഈ കൊള്ളസംഘം കാടുകളിൽ കാണപ്പെടുന്ന സെർബറ ഒഡോളം എന്ന മരത്തിന്റെ കറയിൽ നിന്നുണ്ടാക്കുന്ന വിഷം ഈ ഇരുമ്പ് ദണ്ടുകളിൽ പുരട്ടി ആക്രമിക്കുന്നു. ഇത് രക്തത്തിൽ കലർന്ന് ഹൃദയാഘാതമുണ്ടായി മരണം സംഭവിക്കാൻ കാരണമാവുന്നു. യാദഗിരിയുടെ ഫോറൻസിക് റിപ്പോർട്ടിലും ഇത് തന്നെയാണ് പറയുന്നത്. കൂടാതെ ഒഡീഷയിൽ മാത്രം കാണുന്ന ഒരു ബീഡിയും ക്രൈം സ്പോട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇത് ഒഡീഷ സംഘത്തിന്റെ പണിയാണോ എന്നറിയാൻ അവിടുത്തെ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ അത്തരം കൊള്ളകൾ നടന്നിട്ടില്ലെന്ന് മനസ്സിലായി. ഇതുവരെ നടന്ന കൊള്ളകളുടെ തീയതികൾ പരിശോധിച്ചാൽ ഓരോ കൊള്ളയും അമാവാസി ദിവസമാണ് നടന്നത്. കൂടാതെ ആ സംഘം സ്വർണം മാത്രമേ മോഷ്ടിക്കുന്നുള്ളൂ. അടുത്ത അമാവാസിക്ക് മുമ്പ് ആ സംഘത്തെ പിടികൂടണം. മോഷ്ടിച്ച സ്വർണം അവർക്ക് അധികകാലം കൈവശം വെക്കാൻ കഴിയില്ല. അതിനാൽ മോഷ്ടിച്ച സ്വർണം വാങ്ങുന്നതുവരെ ചോദ്യം ചെയ്താൽ അവരെ പിടികൂടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അടുത്ത സീനിൽ വിക്രാന്തിന്റെ ടീം നഗരത്തിലെ മോഷ്ടിച്ച സ്വർണം വാങ്ങുന്ന എല്ലാവരെയും ചോദ്യം ചെയ്യുന്നു. അതിലൊരാൾ കൊള്ളസംഘം തന്റെ അടുത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സ്വർണം പോലീസിന് കാണിച്ചു കൊടുക്കുന്നു. അയാൾ പറയുന്നുണ്ട്, അവർ ആരാണെന്നോ അവരുടെ മുഖമോ എനിക്ക് അറിയില്ല സർ. അവർ എന്നെ ഭീഷണിപ്പെടുത്തിയാണ് ഈ സ്വർണം ഇവിടെ സൂക്ഷിച്ചത്. അവരുടെ ലക്ഷ്യം പൂർത്തിയായ ശേഷം ഈ സ്വർണം കൊണ്ടുപോകുമെന്നും അവർ പറഞ്ഞു. മോഷണം കഴിഞ്ഞാൽ അവർ ഒഡീഷയിലേക്ക് പോകുമെന്നും പറഞ്ഞു. അടുത്ത തവണ അവർ വിളിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം എന്ന് പറയുന്നു. ഇത് കേട്ട് വിക്രാന്ത് അയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും പരാതികളുടെ അടിസ്ഥാനത്തിൽ സ്വർണം ഉടമകൾക്ക് തിരികെ നൽകുകയും ചെയ്യുന്നു. എന്നാൽ അതിലൊരു മാലയ്ക്ക് മാത്രം അവകാശികൾ ഉണ്ടായിരുന്നില്ല. ഇവിടെയാണ് ട്വിസ്റ്റ്. ആ മാല കണ്ട വിക്രാന്ത് അത് ആരതിയുടെ ഡാൻസ് പ്രോഗ്രാമിൽ അവളുടെ കഴുത്തിൽ കണ്ട അതേ മാലയാണെന്ന് തിരിച്ചറിയുന്നു. ആരതിയുടെ വിലാസം കണ്ടെത്തി അവളുടെയും അച്ഛന്റെയും അടുത്തെത്തി ഈ മാല നിങ്ങളുടേതല്ലേ എന്ന് ചോദിക്കുന്നു. ആരതിയും അച്ഛനും ആദ്യം അത് തങ്ങളുടേതല്ലെന്ന് പറയുന്നു. അവരെന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് വിക്രാന്തിനും മനസ്സിലാകുന്നില്ല. അവരെന്തോ സത്യം മറച്ചു വെക്കുന്നുണ്ടെന്ന് അവന് സംശയം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അനീതി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സത്യം പറയണം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതേ ദിവസം രാത്രി ആരതിയുടെ അച്ഛൻ വിക്രാന്തിനെ കണ്ട് സംഭവിച്ചത് പറയുന്നു. യഥാർത്ഥത്തിൽ ആരതിയും അവളുടെ മാതാപിതാക്കളും വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത്. മകൾ എന്നാൽ അവർക്ക് ജീവനായിരുന്നു. ഒരു ദിവസം രാത്രി ആ കൊള്ളസംഘം ആരതിയുടെ കുടുംബത്തെ ലക്ഷ്യമിട്ട് മുഖംമൂടി ധരിച്ച് വീട്ടിൽ കയറി മോഷണം നടത്തുന്നു. ശബ്ദം കേട്ടുണർന്ന ആരതിയുടെ മാതാപിതാക്കൾ ബഹളം വെച്ചപ്പോൾ സംഘം ആരതിയുടെ അമ്മയെ തലക്കടിച്ച് അവരെ അബോധാവസ്ഥയിലാക്കി. അച്ഛനെ കസേരയിൽ കെട്ടിയിട്ടു. മാതാപിതാക്കളുടെ കരച്ചിൽ കേട്ട് മുറിയിൽ നിന്ന് പുറത്തു വന്ന ആരതി അവിടെ നടന്നത് കണ്ട് ഞെട്ടിപ്പോയി. അവൾ അവരെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ സംഘം അവളെയും അടിച്ചു വീഴ്ത്തി ബലാത്സംഗം ചെയ്യുകയും അതെല്ലാം ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് സ്വർണവുമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ആ സംഭവത്തിന് ശേഷം ആരതിയുടെ കുടുംബം വീടിന് പുറത്തിറങ്ങാനാവാതെ വേദനയിൽ കഴിഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആ വേദന താങ്ങാനാവാതെ ആരതിയുടെ അമ്മ ഉറക്കഗുളികൾ കഴിച്ച് ആത്മഹത്യ ചെയ്തു. ഇതോടെ ആരതിയും അച്ഛനും മാനസികമായി കൂടുതൽ തകർന്നു. സംഭവിച്ചതെല്ലാം പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ വേദന നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് സംഭവിച്ചത് മറ്റൊരു കുടുംബത്തിന് സംഭവിക്കാതിരിക്കാനാണ് ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത്. അവരെ വെറുതെ വിടരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്നുണ്ട്. ഇത് കേട്ട വിക്രാന്തും സങ്കടപ്പെട്ട് തന്റെ അമ്മയോട്, ഞാൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനാണ് ഇദ്ദേഹം എന്ന് പറയുന്നു. അടുത്ത സീനിൽ വിക്രാന്തും അമ്മയും ആരതിയെ കണ്ട് അവൾക്ക് ധൈര്യം നൽകുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചറിയുന്നു. അപ്പോൾ വിക്രാന്ത് ആരതിയോട് അവരെക്കുറിച്ച് എന്തെങ്കിലും അടയാളം പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. ആരതി പറയുന്നുണ്ട്, അവരെല്ലാവരും മുഖംമൂടി ധരിച്ചിരുന്നു. എനിക്ക് ബോധം വരുമ്പോൾ ഒരാൾ പോകുന്നത് കണ്ട് ഞാൻ അവന്റെ മുഖത്തേക്ക് ഒരു ഗ്ലാസ് കുപ്പി വലിച്ചെറിഞ്ഞു. അത് അവന്റെ മുഖത്തിന്റെ ഇടതുവശത്ത് തട്ടി മുറിവേൽപ്പിച്ചു. ഇത് കേട്ട വിക്രാന്ത് ആരതിയുടെ വീടിന് മുന്നിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ കൊള്ളസംഘം ഒരു വാനിൽ പോകുന്നത് കാണുന്നുണ്ട്. വാനിന്റെ ഫാസ്ടാഗ് വഴി അത് ഒഡീഷ വാഹനമാണെന്നും ആ സംഘം ഒഡീഷക്കാരാണെന്നും വ്യക്തമാവുന്നു. ഒരു പദ്ധതി പ്രകാരം നഗരത്തിലെ എല്ലാ ചെക്ക് പോസ്റ്റുകളും പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. കഠിന പരിശ്രമത്തിനൊടുവിൽ വിക്രാന്ത് ആ സംഘത്തെ പിടികൂടി ക്രൂരമായി മർദ്ദിക്കുന്നു. അപ്പോൾ വിക്രാന്ത് അവരോട് ചോദിക്കുന്നുണ്ട്, കോക്കാപ്പേട്ടയിലെ 8-ാം നമ്പർ സ്ട്രീറ്റിൽ മോഷണം നടത്തിയതിനോടൊപ്പം ആ വീട്ടിലെ പെൺകുട്ടിയെ എന്തിനാണ് ബലാത്സംഗം ചെയ്തത് എന്ന്. ഇവിടെയാണ് ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് വരുന്നത്. അവർ പറയുന്നു, സാർ, ഞങ്ങൾ ഒരു പെൺകുട്ടിയെയും ഉപദ്രവിച്ചിട്ടില്ല. ഞങ്ങൾ മോഷണത്തിന് ചെല്ലുമ്പോൾ ആ വീട് ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയായിരുന്നു. ആ പെൺകുട്ടി ബോധമില്ലാതെ നിലത്ത് കിടക്കുകയായിരുന്നു. ഞങ്ങൾ സ്വർണം മോഷ്ടിച്ചു പോകുമ്പോൾ അവൾക്ക് ബോധം വന്ന് എന്റെ നേരെ കുപ്പി വലിച്ചെറിഞ്ഞു. അപ്പോഴാണ് എനിക്ക് മുറിവേറ്റത്. ഇത് കേട്ട വിക്രാന്ത് ദേഷ്യത്തോടെ, നിങ്ങൾ എന്നോടാണോ കഥകൾ പറയുന്നത് എന്ന് ചോദിക്കുന്നു. സംഘത്തിൽ ഒരാൾ പറയുന്നുണ്ട്, ഇത് കഥയല്ല സാർ, ഞങ്ങളുടെ വിശ്വാസമാണ്. അമാവാസി ദിവസം മോഷണം നടത്തുന്നത് ഞങ്ങളുടെ ഗോത്രത്തിന്റെ ആചാരമാണ്.
100 വർഷത്തിലൊരിക്കൽ വരുന്ന അമാവാസി ദിവസം മോഷ്ടിച്ച സ്വർണം കൊണ്ട് ഞങ്ങളുടെ കുലദൈവത്തിന്റെ വിഗ്രഹം ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചാൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഗോത്രം വീണ്ടും തഴച്ചു വളരുമെന്നാണ് വിശ്വാസം. ഈ മോഷണത്തിന് തടസ്സം നിൽക്കുന്നവരുടെ ജീവൻ എടുക്കുമെന്നല്ലാതെ ഞങ്ങൾ സ്ത്രീകളെ ഉപദ്രവിക്കില്ല. അങ്ങനെ ചെയ്താൽ അത് മഹാപാപമാണ് എന്ന് പറയുന്നു. ഇത് കേട്ട് ഞെട്ടിപ്പോയ വിക്രാന്ത് അങ്ങനെയെങ്കിൽ ആരതിയുടെ വീട്ടിൽ കയറി ഈ ക്രൂരത ചെയ്തത് ആരായിരിക്കും എന്ന ആശയക്കുഴപ്പത്തിലാവുന്നു. ഇവിടെയാണ് വിക്രാന്തിന് മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം ലഭിക്കുന്നത്. മറുവശത്ത് ആരതിയെ ബലാത്സംഗം ചെയ്തത് തങ്ങളാണെന്ന് പറഞ്ഞ് 5 പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്നു. ആരതി ബലാത്സംഗം ചെയ്യപ്പെട്ട വാർത്ത നഗരം മുഴുവൻ പടരുന്നു. അവരെ കണ്ട വിക്രാന്തിന് ഇവരല്ല ആരതിയെ ബലാത്സംഗം ചെയ്തതെന്നും ഇവരുടെ പിന്നിൽ മറ്റാരും ഉണ്ടെന്നും സംശയം തോന്നുന്നു. ആ 5 പേരെയും ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ വിക്രാന്ത് അവരിൽ നിന്ന് സത്യം മനസ്സിലാക്കാൻ ഒരു പദ്ധതി ഇടുന്നു. അവരെ പോലീസ് വാനിൽ നിന്ന് രക്ഷപ്പെടുത്തി ഒരു രഹസ്യ സ്ഥലത്തേക്ക് കൊണ്ടുപോയി പറയുന്നുണ്ട്, നിങ്ങൾ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് സത്യം പറ, ആരാണ് നിങ്ങളുടെ പിന്നിൽ നിന്ന് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്? സത്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പോലീസ് വാനിൽ നിന്ന് രക്ഷപ്പെട്ടതിന് നിങ്ങളുടെ പേരിൽ എൻകൗണ്ടർ ഓർഡർ വന്നിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളെ കൊല്ലും. അതുകൊണ്ട് സത്യം പറ. അത് കേട്ട് ഭയന്നു പോയ അവർ പറയുന്നു, ഞങ്ങൾ മാർക്കറ്റ് യാർഡിൽ കൂലിപ്പണി ചെയ്യുന്നവരാണ്. അവിടുത്തെ വലിയ ഗുണ്ടയായ ഷക്കീലിന്റെ വലം കൈ ഗിരി ഞങ്ങളുടെ അടുത്ത് വന്ന് ഈ ബലാത്സംഗ കേസ് ഞങ്ങൾ ചെയ്തതാണെന്ന് സമ്മതിച്ചാൽ ഈ മാർക്കറ്റ് യാർഡിൽ ഒരു കട തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് അറസ്റ്റ് ചെയ്താലും 1 വർഷത്തിനുള്ളിൽ പുറത്തിറങ്ങാമെന്നും പറഞ്ഞു. ആ ഡീൽ സമ്മതിച്ചാണ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. ഇത് കേട്ട വിക്രാന്ത് ഒരു പദ്ധതി പ്രകാരം ഗിരിയെ പിടിച്ച് ഷക്കീലിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. എല്ലാവരും അവിടേക്ക് പോകുമ്പോൾ അവിടെ മറ്റൊരു ട്വിസ്റ്റ് കാത്തിരിക്കുന്നു. അപ്പോഴേക്കും ആരോ ഷക്കീലിനെ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഞെട്ടിപ്പോയ വിക്രാന്ത് ആ 5 പേരെ ഒളിപ്പിച്ച സ്ഥലത്തേക്ക് തിരികെ വരുമ്പോൾ അവരെയും ആരോ കൊലപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ഒരു തോക്ക് കിടക്കുന്നത് കണ്ട് വിക്രാന്ത് അത് കയ്യിലെടുക്കുമ്പോൾ മാധ്യമങ്ങൾ അവിടേക്ക് വരികയും വിക്രാന്താണ് ആ പ്രായപൂർത്തിയാകാത്തവരെ എൻകൗണ്ടർ ചെയ്തതെന്ന് എല്ലാ ചാനലുകളിലും ബ്രേക്കിംഗ് ന്യൂസ് നൽകുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ആരോ തന്നെ കൊടുക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്തതാണെന്ന് വിക്രാന്തിന് മനസ്സിലാവുന്നു. ഈ സംഭവം അറിഞ്ഞ ഉന്നത ഉദ്യോഗസ്ഥർ എന്തിനാണ് അവരെ എൻകൗണ്ടർ ചെയ്തതെന്ന് ചോദിക്കുന്നു. വിക്രാന്ത് സംഭവിച്ചത് പറഞ്ഞിട്ടും അവർ വിശ്വസിക്കുന്നില്ല. എൻകൗണ്ടറിന് 2 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നും അല്ലെങ്കിൽ സസ്പെൻഷൻ ഓർഡർ നൽകുമെന്നും അവർ പറയുന്നു. കുറെ ആലോചിച്ച ശേഷം വിക്രാന്ത് ചിന്തിക്കുന്നു, ആ 5 പേരെ രഹസ്യ സ്ഥലത്ത് ഒളിപ്പിച്ച വിവരം എങ്ങനെ ചോർന്നു എന്ന്. അവൻ തന്റെ ഫോൺ സമീറിന് നൽകി അത് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പറയുന്നു. വിക്രാന്തിന്റെ ഫോൺ പരിശോധിച്ച സമീർ പറയുന്നു, 15 ദിവസമായി നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്ത് എല്ലാ വിവരങ്ങളും ചോർത്തിയിട്ടുണ്ട്. ആരാണ് ഹാക്ക് ചെയ്തതെന്ന് കണ്ടെത്താൻ പ്രയാസമാണ്. പക്ഷേ ഇനി മുതൽ നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നത് നിർത്താനാകും. അതിന് വിക്രാന്ത് പറയുന്നുണ്ട്, വേണ്ട, അവൻ നമ്മുടെ ഫോൺ ആക്സസ് ചെയ്യട്ടെ. സത്യം നമുക്കറിയാമെന്ന് മനസ്സിലായാൽ അവൻ ജാഗരൂകനാകും. നമുക്കൊന്നും അറിയാത്തതുപോലെ നിന്ന് അവനെ കൊടുക്കാം. ഞാൻ വേണമെങ്കിൽ മറ്റൊരു ഫോൺ ഉപയോഗിക്കാം. കൂടാതെ SIയോട് ഷക്കീലിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ കണ്ടെത്താനും പറയുന്നു. അതേ ദിവസം വൈകുന്നേരം വിക്രാന്തും അമ്മയും ആരതിയെയും അച്ഛനെയും കണ്ട് അവർക്ക് ധൈര്യം നൽകുന്നു. ഇവിടെയാണ് അടുത്ത ട്വിസ്റ്റ്. അപ്പോൾ ആരതി വിക്രാന്തിന്റെ ഫോട്ടോ കണ്ട് വികാരധീനനായി പഴയ കാര്യങ്ങൾ ഓർക്കുന്നു. യഥാർത്ഥത്തിൽ ആരതിയുടെ അച്ഛൻ അവളെ വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിച്ച് വിക്രാന്തിന്റെ ഫോട്ടോ അവൾക്ക് നൽകിയിരുന്നു. ഈ പയ്യനെ ഇഷ്ടപ്പെട്ടെങ്കിൽ പറമോളെ, നമുക്ക് അവന്റെ കുടുംബവുമായി സംസാരിക്കാം എന്ന് പറഞ്ഞിരുന്നു. വിക്രാന്തിന്റെ ഫോട്ടോ കണ്ട ആരതി അവനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ ശേഷം പറയാമെന്ന് പറയുന്നു. 2-3 തവണ വിക്രാന്തിനെ കണ്ടതിന് ശേഷം അവൾക്ക് അവനെ ഇഷ്ടപ്പെടുകയും അവൻ തന്നെയാണ് തന്റെ ഭർത്താവെന്ന് ഉറപ്പിക്കുകയും അവനുമായി വിവാഹം കഴിക്കുന്നത് സ്വപ്നം കാണുകയും ചെയ്തിരുന്നു. വിക്രാന്തിനെ ഇഷ്ടമാണെന്ന് അച്ഛനോട് പറയാനിരിക്കുമ്പോഴാണ് ഈ ദുരന്തം സംഭവിച്ചത്. അടുത്ത സീനിൽ ഷക്കീലിന്റെ കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ച 3 സിം കാർഡുകളിൽ ഒന്നിൽ നിന്ന് ഒരു നമ്പറിലേക്ക് കഴിഞ്ഞ 3 മാസമായ കോളുകൾ പോയിട്ടുണ്ടെന്നും ആ നമ്പർ ഹമീദ് എന്നൊരാളുടെ പേരിലാണെന്നും വിക്രാന്തിന് മനസ്സിലാവുന്നു. ഹമീദിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അയാൾ ഒരു കെമിസ്ട്രി പ്രൊഫസറും മലിനീകരണ നിയന്ത്രണ ടാസ്ക് ഫോഴ്സിലെ അംഗവുമാണെന്ന് അറിയുന്നു. ഉടൻ തന്നെ അവൻ തന്റെ സുഹൃത്ത് ദിവ്യയെ വിളിച്ച്, നിന്റെ കമ്പനി ചെയർമാന് ഇതുകൂടാതെ മറ്റു കമ്പനികളുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അവ ഏതാണ് എന്ന് ചോദിക്കുന്നു. ദിവ്യ പറയുന്നുണ്ട്, ഹിമബിന്ദു നാച്ചുറൽ ഗ്യാസ് ലിമിറ്റഡ് എന്ന കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ പേരിലും IT റിട്ടേൺ ഉണ്ട്. പിന്നെ നിന്നോട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. സമീറിന്റെ കാമുകി മധുവിന്റെ ആത്മഹത്യാ കേസിൽ ഒരു തുമ്പും ലഭിക്കാത്തത് കൊണ്ട് ഞാൻ അവളുടെ ഹോസ്റ്റൽ റൂമിൽ പോയിരുന്നു. അവിടെ അവളുടെ ഹാൻഡ് ബാഗ് കിട്ടി. അതിൽ സമീർ കൊടുത്ത സമ്മാനത്തോടൊപ്പം ഒരു കൊറിയർ അയച്ച സ്ലിപ്പും ഉണ്ടായിരുന്നു. അതിൽ ആരതിയുടെ വിലാസമാണ് ഉണ്ടായിരുന്നത്. ആരതിയും മധുവും തമ്മിൽ എന്തു ബന്ധമാണെന്ന് ആരതിയോട് ചോദിച്ചാലേ അറിയാൻ കഴിയൂ. ഇത് കേട്ട വിക്രാന്തിന് ഈ കേസിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നതെന്നോ ആരതിയെ ബലാത്സംഗം ചെയ്തത് ആരാണെന്നോ ഒന്നും മനസ്സിലാകുന്നില്ല. സീൻ കട്ട് ചെയ്യുമ്പോൾ വിക്രാന്ത് ആരതിയെ കണ്ട് മധുവിനെ കുറിച്ച് ചോദിക്കുന്നു. ആരതി പറയുന്നുണ്ട്, മധു എഞ്ചിനീയറിംഗ് കോളേജിൽ എന്റെ സീനിയറും അടുത്ത സുഹൃത്തുമായിരുന്നു. ഒരു ദിവസം അവളുടെ കമ്പനിയിലെ ഗെറ്റ് ടുഗദറിലേക്ക് എന്നെ ക്ഷണിച്ചു. അവിടെ വെച്ച് മധു ജോലി ചെയ്യുന്ന കമ്പനിയുടെ ചെയർമാൻ എന്നെ കണ്ടു പറഞ്ഞു, ഞങ്ങളുടെ കമ്പനിയിലെ മികച്ച ജീവനക്കാരിയാണ് മധു. അവൾ നിന്നെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ കഴിവുകൾ എന്റെ മകനും ഈ കമ്പനിയുടെ CEOയുമായ വല്ലഭയ്ക്കും വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിനക്ക് എത്ര പാക്കേജ് വേണമെങ്കിലും തരാം, ഞങ്ങളുടെ കമ്പനിയിൽ ചേരണമെന്ന്. എന്നാൽ ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന കമ്പനി വിടാൻ തയ്യാറല്ലെന്ന് പറഞ്ഞു. വല്ലഭ വിളിച്ചപ്പോഴും ഞാൻ ഇതേ മറുപടി നൽകി. പിന്നീട് മധുവും പലതവണ വിളിച്ച് കമ്പനിയിൽ ചേരാൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ ദേഷ്യത്തോടെ അവളുടെ നമ്പർ ബ്ലോക്ക് ചെയ്തു. അതിനുശേഷം അവളെ കണ്ടിട്ടില്ല. ഇത് കേട്ട വിക്രാന്ത് മധു ആത്മഹത്യ ചെയ്ത വിവരം പറഞ്ഞ്, അവൾ നിനക്കൊരു ലെറ്റർ കൊറിയർ ചെയ്തിരുന്നല്ലോ, അതെവിടെ എന്ന് ചോദിക്കുന്നു. തനിക്ക് ഒരു കൊറിയറും ലഭിച്ചിട്ടില്ലെന്ന് അവൾ പറയുന്നുണ്ട്.
വിക്രാന്ത് ആരതിയുടെ വീടിന് മുന്നിലെ പോസ്റ്റ് ബോക്സ് പരിശോധിച്ചപ്പോൾ അതിലൊരു കൊറിയർ ഉണ്ടായിരുന്നു. അത് തുറന്നപ്പോൾ അതിലൊരു പെൻഡ്രൈവ് ആയിരുന്നു. വിക്രാന്ത് അത് TV-യിൽ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അത് മധുവിന്റെ ഒരു സെൽഫി വീഡിയോ ആയിരുന്നു. ആ വീഡിയോയിൽ മധു ആരതിയോട് എന്നോട് ക്ഷമിക്കണം ആരതി എന്ന് പറഞ്ഞ് സംഭവിച്ചത് വിവരിക്കുന്നു. യഥാർത്ഥത്തിൽ മധു ജോലി ചെയ്യുന്ന കമ്പനിയിൽ മികച്ച ജീവനക്കാരിയാവാൻ വേണ്ടി അവൾ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. കമ്പനി CEO ആയ വല്ലഭയ്ക്ക് തന്റെ കമ്പനി 1ാം സ്ഥാനത്തെത്തിക്കണമെന്നായിരുന്നു ആഗ്രഹം. അതിനായി മികച്ച 10 കമ്പനികളുടെ ക്ലയൻസിനെ തന്റെ പക്ഷത്തേക്ക് ആകർഷിച്ചാൽ 1ാം സ്ഥാനത്തെത്താമെന്ന് അവൻ മനസ്സിലാക്കുന്നു. അതിനായി ഒരു പദ്ധതിയിട്ട് ആ ക്ലയൻസിന് സ്ത്രീകളോടുള്ള താല്പര്യം മനസ്സിലാക്കി തന്റെ കമ്പനിയിലെ സുന്ദരികളായ പെൺകുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് മികച്ച ജീവനക്കാരിക്കുള്ള അവാർഡും ഉയർന്ന പാക്കേജും നൽകി വൈകാരികമായി ബ്ലാക്ക്മെയിൽ ചെയ്ത് ക്ലയൻസിന്റെ അടുത്തേക്ക് അയക്കുന്നു. അങ്ങനെ അവരുടെ പ്രോജക്റ്റുകളെല്ലാം തന്റെ കമ്പനിക്ക് ലഭിക്കാൻ വേണ്ടി അവൻ വഴിയൊരുക്കുന്നു. അതുപോലെ മധുവിനെയും മികച്ച ജീവനക്കാരിയെ തിരഞ്ഞെടുത്ത് ഉയർന്ന പാക്കേജ് നൽകി ഒരു ക്ലയന്റിന്റെ അടുത്തേക്ക് അയക്കുന്നു. അവിടെ എത്തിയപ്പോഴാണ് മധുവിന് കാര്യം മനസ്സിലാവുന്നത്. അവൾ വല്ലഭയെ വിളിച്ച് തനിക്ക് അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നു. എന്നാൽ വല്ലഭ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നീ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ ആ പ്രൊജക്ട് നമുക്ക് നഷ്ടപ്പെടും. നീ ഇത് ചെയ്തില്ലെങ്കിൽ നിന്റെ അച്ഛൻ MRO ഓഫീസിലെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനില്ലേ, അടുത്ത 15 മിനിറ്റിനുള്ളിൽ അയാൾ അഴിമതിക്കാരനാണെന്ന് എല്ലാ TV ചാനലുകളിലും വാർത്ത വരും. അതോടെ നിന്റെ അച്ഛൻ മരിക്കും. ഈ വൈകാരിക ബ്ലാക്ക്മെയിലിംഗിൽ മറ്റു വഴികളില്ലാതെ അവൾ ആ തെറ്റ് ചെയ്യുന്നു. പിന്നീട് മധു ജോലി ഉപേക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ നീ ജോലി ഉപേക്ഷിച്ചാൽ ഈ വീഡിയോ ഞാൻ ഇന്റർനെറ്റിൽ ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞ് അവൾ ആ ക്ലയന്റിനൊപ്പമുള്ള വീഡിയോ കാണിച്ച് അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. വല്ലഭയും അവന്റെ സുഹൃത്തുക്കളും മധുവിനെ ഉപയോഗിക്കുന്നു. ഈ കാര്യം ആരോടും പറയാനാവാതെ മധു വേദനിക്കുന്നു. അങ്ങനെ വല്ലഭ തന്റെ കമ്പനിയിലെ പെൺകുട്ടികളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ക്ലയൻസിന്റെ അടുത്തേക്ക് അയച്ച് പ്രൊജക്ടുകൾ നേടുകയും തന്റെ കമ്പനി ഉടൻ 1ാം സ്ഥാനത്തേക്ക് എത്തുമെന്ന് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ആരതി കാരണം വല്ലഭയുടെ കമ്പനിക്ക് 5 വർഷത്തെ കോൺട്രാക്ട് ഉണ്ടായിരുന്ന കമ്പനികൾ കോൺട്രാക്ട് റദ്ദാക്കിയത്. ആരതി മധുവിന്റെ സുഹൃത്താണെന്ന് മനസ്സിലാക്കിയ വല്ലഭ മധുവിലൂടെ ആരതിയെ തന്റെ കമ്പനിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പക്ഷേ ആരതി വിസമ്മതിക്കുന്നു. അതിനിടയിൽ ഒരു പരിപാടിക്ക് മുഖ്യാതിഥിയായി വന്ന ഒരു ജഡ്ജിക്ക് ഡാൻസ് ചെയ്യുന്ന ആരതിയെ വളരെ ഇഷ്ടപ്പെടുന്നു. ഇത് മനസ്സിലാക്കിയ വല്ലഭയും അച്ഛനും അദ്ദേഹത്തോട് പറയുന്നുണ്ട്, സാർ, ഞങ്ങളുടെ ഗ്യാസ് കമ്പനിയുടെ കേസ് നിങ്ങൾ നോക്കിയാൽ ആ പെൺകുട്ടിയെ നിങ്ങളുടെ അടുത്തെത്തിക്കുന്ന കാര്യം ഞങ്ങൾ നോക്കിക്കോളാമെന്ന്. അവിടെ ഉണ്ടായിരുന്ന മധു ഇതെല്ലാം കാണുന്നു. ഡാൻസ് കഴിഞ്ഞ ശേഷം ആരതിയോട് ഈ കാര്യം പറയാൻ ശ്രമിക്കുമ്പോൾ ആരതി അവളെ അവഗണിക്കുന്നു. അപ്പോഴാണ് അവൾ വിക്രാന്തിനെ തട്ടുന്നത്. മധുവിനെ കണ്ട വല്ലഭ അവളുടെ അടുത്തേക്ക് വന്ന് ഭീഷണിപ്പെടുത്തുന്നു. ആരതിയോട് സത്യം പറഞ്ഞ് അവളെ രക്ഷിക്കാമെന്ന് കരുതുന്നുണ്ടോ? ആരതിയെ ഞങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാത്ത പക്ഷം നിന്റെ കാമുകൻ സമീർ ഒരു നല്ല ഹാക്കറാണെന്ന് തോന്നുന്നു. ഞാൻ നിനക്ക് അയച്ച മെസ്സേജുകൾ അവൻ കണ്ടു കഴിഞ്ഞു. അവനെ ഞാൻ വെറുതെ വിടില്ല. അതോടെ സത്യം പറഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ മധു ആത്മഹത്യ ചെയ്യുന്നു. ഈ വീഡിയോ കണ്ടതിന് ശേഷം നീ അവനിൽ നിന്ന് സൂക്ഷിക്കണം എന്നും അവൾ പറയുന്നു. ആ വീഡിയോ കണ്ട് എല്ലാവരും വിഷമിക്കുന്നു. ആരതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, പാവം മധുവിനെ ഞാൻ അവഗണിക്കരുതായിരുന്നു. വിക്രാന്ത് പറയുന്നു, നീ അവഗണിച്ചത് ശരിയായി, എന്നിട്ടും നീ ഇതിൽ പെട്ടു. എന്തുകൊണ്ടെന്നാൽ എന്ന് പറഞ്ഞ് താൻ കണ്ടെത്തിയ കാര്യങ്ങൾ വിവരിക്കുന്നു. യഥാർത്ഥത്തിൽ മധുവിന്റെ ആത്മഹത്യയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ അവൾ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ വിക്രാന്തിന് സംശയം തോന്നിയിരുന്നു. അവൻ തന്റെ സുഹൃത്ത് ദിവ്യയെ ആ കമ്പനിയിൽ ജോലിക്ക് ചേർക്കുകയും അവിടെ എന്തെങ്കിലും തെറ്റായി നടക്കുന്നുണ്ടോ എന്ന് രഹസ്യമായി കണ്ടെത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ദിവ്യ വല്ലഭയുടെ കമ്പനിയിൽ ചേർന്ന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിക്രാന്തിനെ കണ്ടു പറയുന്നുണ്ട്, ആ കമ്പനിയിലെ പെൺകുട്ടികൾക്കെല്ലാം ഉയർന്ന ശമ്പളമാണ് നൽകുന്നത്. പക്ഷെ അവരെല്ലാം എന്തോ നഷ്ടപ്പെട്ടതുപോലെ ദുഃഖിതരാണ്. ഇത് കേട്ട വിക്രാന്തിന് ആ കമ്പനിയിൽ എന്തോ തെറ്റ് നടക്കുന്നുണ്ടെന്ന് ഉറപ്പായിരുന്നു. പ്രായപൂർത്തിയാകാത്തവരുടെ കേസ് കൈകാര്യം ചെയ്യുമ്പോൾ കെമിസ്ട്രി പ്രൊഫസർ ഹമീദിന്റെ പേര് കേട്ടപ്പോൾ അവനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് ടാസ്ക് ഫോഴ്സിലെ അംഗമാണെന്ന് മനസ്സിലാവുന്നു. അപ്പോഴാണ് വിക്രാന്തിന് മനസ്സിലാവുന്നത് അതിൽ ആരതിയുടെ അച്ഛൻ രാമകൃഷ്ണനും ഒരു അംഗമാണെന്ന്. ഹമീദിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന പോലീസ് സ്റ്റൈലിൽ ചോദ്യം ചെയ്തപ്പോൾ ഹമീദ് ഒരു സത്യം പറയുന്നു. വല്ലഭയുടെ അച്ഛൻ ദാനുപ്രകാശിന്റെ ഗ്യാസ് കമ്പനിയിൽ ലീക്ക് സംഭവിച്ച് നിരവധി പേർ മരിച്ചിരുന്നു. ആ കേസ് ഒത്തുതീർപ്പാക്കാൻ ദാനുപ്രസാദ് PCB ടാസ്ക് ഫോഴ്സിലെ അംഗങ്ങൾക്കെല്ലാം പണം നൽകി കേസ് ക്ലോസ് ചെയ്യിക്കുന്നു. എന്നാൽ ആരതിയുടെ അച്ഛൻ പണം വാങ്ങാതെ ഗ്യാസ് ലീക്കുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും റിപ്പോർട്ടുകളും തയ്യാറാക്കി ഡൽഹിയിലെ ചീഫ് വിജിലൻസ് ഓഫീസർക്ക് സമർപ്പിക്കാൻ തീരുമാനിക്കുന്നു. ആരതിയുടെ കേസ് കൈകാര്യം ചെയ്യുന്നത് വിക്രാന്ത് ആണെന്ന് മനസ്സിലാക്കിയ അവർ ആ പ്രായപൂർത്തിയാകാത്തവരെ കൊലപ്പെടുത്തി വിക്രാന്തിനെ കേസിൽ കൊടുക്കുന്നു. ആരതി കാരണം തങ്ങളുടെ കമ്പനി അടച്ചുപൂട്ടേണ്ട അവസ്ഥ വന്നതിനൊപ്പം ഇപ്പോൾ ആരതിയുടെ അച്ഛൻ കാരണം ഗ്യാസ് കമ്പനിയും അടച്ചുപൂട്ടണമെന്നും തങ്ങളുടെ മാനം പോകുമെന്നും മനസ്സിലാക്കിയ വല്ലഭ ദേഷ്യത്തിൽ തിളച്ചുമറയുന്നു. ആരതിയുടെ കുടുംബത്തെ സമൂഹത്തിൽ തലയുയർത്താൻ അനുവദിക്കരുതെന്ന് കരുതിയിരിക്കുമ്പോഴാണ് നഗരത്തിൽ നടക്കുന്ന കൊള്ളയെക്കുറിച്ചുള്ള വാർത്ത TV-യിൽ കാണുന്നത്. കൊള്ളക്കാരുടെ രീതി പിന്തുടർന്ന് അവൻ ആരതിയുടെ വീട്ടിൽ കയറി ആ ക്രൂരകൃത്യം ചെയ്യുന്നു. അവർ പോയതിനു ശേഷം യഥാർത്ഥ കൊള്ളസംഘം അതേ വീട്ടിൽ വന്ന് സ്വർണം മോഷിച്ചു പോകുന്നു. ഇത് കേട്ട ആരതിയും അച്ഛനും വികാരധീനാവുന്നു. അപ്പോഴേക്കും ദിവ്യ വിക്രാന്തിനെ വിളിച്ചു പറയുന്നുണ്ട്, നീ സംശയിച്ചത് ശരിയാണ്. അവൻ കാരണം ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം നശിച്ചു. അവൻ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന വീഡിയോകളെല്ലാം അവന്റെ പേഴ്സണൽ ലാപ്ടോപ്പിലാണ് ഉള്ളത്. ഇന്ന് എങ്ങനെയെങ്കിലും ആ വീഡിയോകൾ ഞാൻ അവന്റെ ലാപ്ടോപ്പിൽ നിന്ന് എടുക്കും. ഇത് കേട്ട വിക്രാന്ത്, സൂക്ഷിക്കണം, ആ വീഡിയോകൾ കിട്ടിയാൽ അവന്റെ കഥ കഴിക്കാം എന്ന് പറയുന്നു. ദിവ്യ വല്ലഭ അയച്ച വീഡിയോ ആരതിക്ക് കാണിച്ച് നീ ഈ വീഡിയോ കോളിൽ സംസാരിക്കുന്നത് ഇവനോടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആരതി അവനെ കണ്ട് അതെ എന്ന് പറയുന്നു. മറുവശത്ത് ദിവ്യ രഹസ്യമായ വല്ലഭയുടെ ക്യാബിനിൽ കയറി CCTV ക്യാമറകളിൽ പെടാതെ അവന്റെ ലാപ്ടോപ്പ് തുറന്ന് അതിലെ വീഡിയോകളെല്ലാം കോപ്പി ചെയ്ത് ആർക്കോ അയച്ചു കൊടുക്കുന്നു.
അവിടെ നിന്ന് പുറത്തിറങ്ങി വിക്രാന്തിനെ കാണാൻ ശ്രമിക്കുമ്പോൾ ഇവിടെയാണ് അടുത്ത ഞെട്ടിക്കുന്ന ട്വിസ്റ്റ്. അപ്പോഴേക്കും തന്റെ ക്യാബിനിലെ രഹസ്യ CCTV ക്യാമറയിലൂടെ ദിവ്യയെ കണ്ട വല്ലഭ അവളെ തടഞ്ഞ് തന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോകുന്നു. വിക്രാന്ത് ദിവ്യയെ പലതവണ വിളിച്ചിട്ടും ഫോൺ സ്വിച്ച് ഓഫ് ആയതിനാൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവന് സംശയം തോന്നുന്നു. സമീറിന്റെ സഹായത്തോടെ ദിവ്യയുടെ ഫോണിന്റെ അവസാന ലൊക്കേഷനും അവളുടെ കമ്പനിക്ക് മുന്നിലെ CCTV ക്യാമറകളും പരിശോധിച്ചപ്പോൾ ദിവ്യ ഒരു കാറിൽ കൊക്കോപ്പെട്ട ഭാഗത്തേക്ക് പോയതായി മനസ്സിലാവുന്നു. മറുവശത്ത് വല്ലഭ ദിവ്യയെ മർദ്ദിച്ച് നീ ആരാണ്, എന്റെ ഡേറ്റ ആർക്കാണ് അയച്ചത്, നിന്റെ ഫോൺ എവിടെ എന്നൊക്കെ ചോദിച്ചിട്ടും അവൾ ഒന്നും പറയുന്നില്ല. ദിവ്യയുടെ പിന്നിൽ ആരോ ഉണ്ടെന്ന് വല്ലഭയ്ക്ക് സംശയം തോന്നുന്നു. അതിനിടയിൽ വിക്രാന്തിനെ അവന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ വിളിച്ച് ഒരു വീഡിയോ കാണിക്കുന്നു. അത് ആ സംഘം ആരതിയുടെ അമ്മയെയും ബലാത്സംഗം ചെയ്യുന്ന വീഡിയോ ആയിരുന്നു. അത് കണ്ട വിക്രാന്തിന് ദേഷ്യം അടക്കാനാവുന്നില്ല. അതിൽ ഒരാളുടെ മുഖത്ത് മുഖംമൂടി ധരിച്ചിരുന്നെങ്കിലും അയാളുടെ ഐറിസ് സ്റ്റൈൽ കണ്ട് അത് സമീറിന് അയച്ച് അത് വല്ലഭയുടേതുമായി മാച്ച് ആകുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പറയുന്നു. സമീർ അത് പരിശോധിച്ച് അത് വല്ലഭ തന്നെയാണെന്ന് ഉറപ്പിക്കുന്നു. ഇതെല്ലാം ചെയ്തത് വല്ലഭയാണെന്ന് മനസ്സിലാക്കിയ വിക്രാന്ത് ആരതിയെയും കൂട്ടി പുറത്തിറങ്ങുമ്പോൾ ദിവ്യയ്ക്ക് താൻ നൽകിയ സമ്മാനമായ ലോക്കറ്റിലെ GPS ട്രാക്കർ ഓൺ ആക്കുന്നു. അവളുടെ ലൊക്കേഷൻ മനസ്സിലാക്കിയ വിക്രാന്ത് ആരതിയെയും കൂട്ടി അവിടേക്ക് പോകുന്നു. മറുവശത്ത് ദിവ്യ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുമ്പോൾ വിക്രാന്ത് അവിടേക്ക് എത്തുന്നു. വല്ലഭയും അവന്റെ സംഘത്തെയും കണ്ട് വിക്രാന്ത് അവരെല്ലാവരെയും ഇടിച്ച് ഒരു പരുവമാക്കുന്നു. വല്ലഭ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് അച്ഛനെ വിളിച്ച് തന്നെ രക്ഷിക്കാൻ പറയുന്നു. അപ്പോഴേക്കും പോലീസ് അച്ഛനെ അറസ്റ്റ് ചെയ്തിരുന്നു. അയാൾ ഉടൻ MLA സുരേഷിന്റെ അടുത്തേക്ക് പോകൂ, അവൻ നിന്നെ രക്ഷിക്കും എന്ന് പറയുന്നു. വല്ലഭ MLAയുടെ അടുത്തേക്ക് പോകുന്നു. അല്പസമയത്തിനുള്ളിൽ വിക്രാന്ത് അവിടേക്ക് വന്ന് MLAയോട് വല്ലഭ എവിടെയെന്ന് ചോദിക്കുന്നു. ഇവിടെയാണ് അടുത്ത ട്വിസ്റ്റ്. ആ MLAയും വിക്രാന്തിന്റെ ആളായിരുന്നു. ഒളിച്ചിരിക്കുന്ന വല്ലഭയെ അയാൾ കാണിച്ചു കൊടുക്കുന്നു. വിക്രാന്ത് സംഭവിച്ചതെല്ലാം ഓർത്ത് വല്ലഭയെ ക്രൂരമായി മർദ്ദിക്കുന്നു. എന്നിട്ട് ആരതിയുടെ കയ്യിൽ തോക്ക് കൊടുത്ത് ഇവൻ നിന്റെ കുടുംബത്തോട് ചെയ്ത് ഓർത്ത് ഇവനെ കൊല്ല് എന്ന് പറയുന്നു. ആരതി ദേഷ്യത്തോടെ വല്ലഭയെ വെടിവെച്ച് കൊല്ലുന്നു. അപ്പോൾ വിക്രാന്ത് ആരതിയോട് എന്നെ വിവാഹം കഴിക്കാമോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട ആരതി സന്തോഷവതിയായി അവനെ കെട്ടിപ്പിടിക്കുന്നു. സിനിമയുടെ അവസാനം ഉന്നത ഉദ്യോഗസ്ഥർ സംഭവിച്ചതെല്ലാം മനസ്സിലാക്കുന്നു. പ്രായപൂർത്തിയാകാത്തവരെ എൻകൗണ്ടർ ചെയ്തത് ദാനുപ്രകാശും മകനുമാണെന്നും വിക്രാന്തിന് ഇതിൽ പങ്കില്ലെന്നും മനസ്സിലാക്കി അവനെ വീണ്ടും ജോലിയിൽ പ്രവേശിപ്പിക്കുന്നു. അതോടെ സിനിമ അവസാനിക്കുന്നു. സിനിമയുടെ കഥ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.